ഹലോ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാർ പിക്സ്. നമുക്കറിയാം 2020 ടാറ്റ അവരുടെ അൾട്രോസ് എന്ന് പറഞ്ഞ പുതിയൊരു പ്രീമിയം ഹാഷ് ബാക്ക് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നത്. അതും വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു വണ്ടിയായിരുന്നു. അത് നമ്മൾ കണ്ടിട്ടില്ലാത്ത തരത്തിൽ വളരെ നല്ലൊരു ഡിസൈൻ, അതുപോലെ ഇൻറ്റീരിയേഴ്സ് ആണെങ്കിൽ അത്യാവശ്യം നല്ല പ്രീമിയം ആയിരുന്നു, ഫീച്ചർ ലോഡഡ് ആയിരുന്നു, പെട്രോൾ ഡീസൽ എഞ്ചിൻ ഓപ്ഷൻസ് ഉണ്ടായിരുന്നു, അങ്ങനെ ഇഷ്ടംപോലെ കാര്യങ്ങൾ ഒരു വാഹനത്തിലുണ്ടായിരുന്നു. ആൻഡ് അത് മാത്രമല്ല, ഒരു പുതിയ പ്ലാറ്റ്ഫോമിലാണ് ഈ വാഹനം വന്നത്, ആൽഫ ആർക്കിടെക്ചർ എന്ന് പറഞ്ഞ്. അതിന് മുന്നേ വരെ അവർ നമ്മുടെ ഇൻഡിക്ക വിസ്ത, അതുപോലെ ഇൻഡിക്ക അതിലൊക്കെ വരുന്ന X1 പ്ലാറ്റ്ഫോം, X2 പ്ലാറ്റ്ഫോം അതൊക്കെയായിരുന്നു അവരുടെ വാഹനങ്ങളിൽ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഈ വാഹനത്തിൽ അങ്ങനെ ഫൈനലി അവരൊരു പുതിയ ഫേസ് ലിഫ്റ്റിൻ്റെ ടെസ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിപ്പം രണ്ടാമത്തെ പ്രാവശ്യമാണ് ഈ അടുത്തായിട്ട് റോഡിലെ ടെസ്റ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് ക്യാമോഫ്ലാജറ്റൊക്കെ സ്പോട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. എന്തായാലും ഒറ്റ നോട്ടത്തിൽ നോക്കാനാണെങ്കിൽ ഈ വാഹനത്തിൽ അങ്ങനെ ഡിസൈനിൽ വലിയ രീതിയിലുള്ള വ്യത്യാസങ്ങൾ നമുക്ക് കാണാൻ പറ്റില്ല. ഇതൊരു ജനറേഷൻ ചേഞ്ച് അല്ല, ജസ്റ്റ് ഫേസ് ലിഫ്റ്റ് മാത്രമേ ഉള്ളൂ. എനിക്ക് തോന്നിയ കുറച്ച് മാറ്റങ്ങൾ പറയാം. ഹെഡ്ലൈറ്റിൻ്റെ പൊസിഷനിങ്ങിൽ എനിക്ക് കണ്ടിട്ട് വലിയ വ്യത്യാസം തോന്നുന്നില്ല, പക്ഷേ താഴത്തേക്ക് വരുമ്പോഴേക്കും ബമ്പറിൻ്റെ ഡിസൈനിൽ കുറച്ച് മാറ്റങ്ങളുണ്ട്. നിങ്ങൾ ആ മെയിൻ ഹെഡ്ലൈറ്റ് ഏരിയയുടെ താഴത്തേക്ക് നോക്കുകയാണെങ്കിൽ അവർ വേറെ ഒരു അഡീഷണൽ സെപ്പറേറ്റ് അറേ പോലെ കൊടുത്തിട്ടുണ്ട്. സാധാരണ ഇതിൽ അവിടെ ഇതിൻ്റെ DRLും ഫോഗ് ലൈറ്റും ഒക്കെ ആയിരുന്നു വരുന്നത്. പക്ഷേ ഇപ്പോൾ അതിന് പകരം വേറൊരു LED ലൈറ്റ് പോലെ ഇവിടെ കൊടുത്തിരിക്കുന്ന പോലെ ഉണ്ട്. കുറച്ച് എയറോഡൈനമിക് ആയിട്ടുള്ളൊരു ഡിസൈൻ പോലെയൊക്കെ ആക്കിയ പോലെ ഉണ്ട്. ഇതിൻ്റെ ഹെഡ്ലൈറ്റ് പക്ഷേ മുകളിൽ അത്യാവശ്യം നല്ല തിക്കായിട്ടുള്ളതുകൊണ്ട് മെയിൻ ഹെഡ്ലൈറ്റിൻ്റെ ഒരു ഡിസൈൻ അവിടെ നിന്ന് എടുത്ത് മാറ്റില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഇനി കുറച്ച് അധികം ഫ്യൂച്ചറിസ്റ്റിക് ആക്കാൻ തോന്നിയിട്ട് അതെടുത്ത് താഴത്തോട്ടാക്കുമെന്ന് പറയാൻ പറ്റില്ല. ഹാച്ച് ബാക്സിൽ പൊതുവെ അങ്ങനെ ആരും ചെയ്യാറില്ല. ഞാൻ ഉദ്ദേശിച്ച സ്പ്ലിറ്റ് ഹെഡ് ലാംപ്സിൻ്റെ ഒരു സംഭവമാണ്. എന്തായാലും അതൊരു വ്യത്യാസമാണ്. പിന്നെ ഇപ്പോൾ ഈ ഒരു ഫോട്ടോയിൽ നോക്കാനാണെങ്കിൽ നമുക്ക് അവിടെ ഫോഗ് ലൈറ്റ്സ് ക്ലിയർ ആയിട്ട് തന്നെ കത്തുന്നത് കാണാൻ പറ്റും. അതിന് താഴത്ത് വേറൊരു അറയും അവർ കൊടുത്തിട്ടുണ്ട്. സോ ബേസിക്കലി ചെറിയ രീതിയിലുള്ളൊരു വ്യത്യാസമാണ് ഈ വാഹനത്തിൻ്റെ ഫ്രണ്ട് പ്രൊഫൈലിൽ വരുന്നത്. എയർ ഇൻടേക്ക്, അതുപോലെ ഗ്രില്ല് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് മൈനറായിട്ടുള്ള ട്വീക്സ് കാണാൻ പറ്റും. ഇനിയിപ്പോൾ സൈഡ് പ്രൊഫൈൽ എടുക്കാനാണെങ്കിലും അലോയ്സിൻ്റെ ഡിസൈനിൽ തീർച്ചയായും വ്യത്യാസം ഉണ്ടാകും. ഫേസ് ലിഫ്റ്റ് വണ്ടിയാണ്. ഓവർവ്യൂംസ് നമുക്ക് കാണാം. എൻ്റെ താഴത്ത് ചെറിയൊരു ബൾജിങ് പോലെ കൊടുത്തിട്ടുണ്ട്. 360 ക്യാമറയ്ക്കുള്ളതാണ്. പക്ഷേ അതൊരു പുതിയ ഫീച്ചർ അല്ല ഈ വണ്ടിയിൽ. അവർ അൾട്രോസ് റേസർ ഇറക്കിയ സമയത്ത് 360 ക്യാമറയൊക്കെ അതിൻ്റെ അകത്ത് കൊടുത്തിട്ടുള്ളതായിരുന്നു. സൈഡ് ഇപ്പോൾ ഫേസ് ലിഫ്റ്റ് ആയതുകൊണ്ട് അങ്ങനെ വലിയ വ്യത്യാസമൊന്നും ഇതിൻ്റെ അകത്ത് വരുന്നില്ല. ബാക്കിൽ നമ്മുടെ റിയർ ഡോറിൻ്റെ ഹാൻഡിൽ വരുന്നതും C-പില്ലർ മൗണ്ടറായിട്ട് തന്നെയാണ്. അല്ലാതെ ഒരു കൺവെൻഷണൽ പൊസിഷനിലേക്കൊന്നും മാറ്റിയിട്ടില്ല. അതൊക്കെ വേണമെങ്കിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങളായിട്ട് ചെയ്യാമായിരുന്നു ഒരു മാറ്റം എന്നുള്ള രീതിയിൽ കൊണ്ടുവരുമ്പോൾ. പക്ഷേ എന്തായാലും അങ്ങനെ നോക്കുന്ന സമയത്ത് സൈഡൊക്കെ ഓൾമോസ്റ്റ് സിമിലർ ആണ്. പിന്നെ അവർ അലോയ് വീലും ക്യാമോഫ്ലാജ് ചെയ്തിരിക്കുന്നതുകൊണ്ട് അതിൻ്റെ ഡിസൈൻ നമുക്കറിയില്ല. പക്ഷെ അങ്ങനെ ക്യാമോഫ്ലാജ് ചെയ്തതുകൊണ്ട് തന്നെ ഡിസൈനിൽ എന്തായാലും വ്യത്യാസം വരും എന്നുള്ള കാര്യം നമുക്ക് പറയാം. ഇനി റിയർ പ്രൊഫൈലിലേക്ക് വരാനാണെങ്കിൽ ഇവിടെ നമുക്ക് ടെയിൽ ലൈറ്റ്സിൻ്റെയൊക്കെ ഏകദേശം ഒരു പൊസിഷനിങ് ഒക്കെ സെയിം ആയിട്ട് തോന്നും. വണ്ടിയുടെ ഓവറോൾ ലുക്കിലും അങ്ങനെ കാര്യമായിട്ടുള്ള ഡിഫറൻസ് ഒന്നും തോന്നില്ല. പക്ഷേ കുറച്ചും കൂടെ സ്ലീക്ക് ആയിട്ടുള്ള പോലെ തോന്നുന്നുണ്ട് ഇതിൻ്റെ ലൈറ്റ്സ്. അതുപോലെ ബാക്കിൽ ഇപ്പോൾ ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും അത് LED ലൈറ്റ്സ് ആണ്. ഇത്രയും കാലം അൾട്രോസിൽ നമുക്ക് ബാക്കിൽ ഒരു സ്മോക്ഡ് ടൈപ്പ് ഫീലുള്ള ഹാലജൻ ലൈറ്റ്സ് തന്നെയായിരുന്നു വന്നിരുന്നത്. അത് കണ്ട അങ്ങനെ ഹാലജൻ ആണെന്ന് പെട്ടെന്ന് തോന്നുന്നില്ല. കാരണം മൊത്തം ഒരു ഗ്ലോസി ബ്ലാക്ക് ട്രീറ്റ്മെൻ്റ് അകത്ത് അവരിങ്ങനെ നന്നായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു ലൈറ്റ്സ്. പക്ഷേ ഇതിപ്പോൾ എന്തായാലും അത് മാറ്റിയിട്ട് വളരെ തിന്നായിട്ടുള്ള LED സ്ട്രൈപ്സ് കൊടുത്തിട്ടുണ്ട്. അത് വണ്ടിയുടെ ഓവറോൾ ലുക്കിന് എന്തായാലും കുറച്ചൊരു എൻഹാൻസ്മെൻറ്റ് കൊടുക്കും എന്ന് പറയാം. അതുപോലെ ഇതിൻ്റെ ക്യാമറയുടെ പൊസിഷനിങ് ഒക്കെ നിങ്ങൾക്ക് കാണാം. ചെറിയൊരു ബൾജിങ് അവിടെ നടുവിൽ വന്നിട്ടുണ്ട്. അതൊക്കെ ചെറിയ ചെറിയ ഡിസൈൻ ചേഞ്ചസ് ആണ്. ആൻഡ് ബാക്കി വിൻഷീൽഡ്, അതുപോലെ ബമ്പറൊക്കെ ചെറിയ രീതിയിലുള്ള, വിൻഷീൽഡിലല്ല ബമ്പറിൻ്റെ ഡിസൈനിൽ ചെറിയ രീതിയിലുള്ള വ്യത്യാസം നമുക്ക് കാണാം. അതുപോലെ ടോപ്പ് പോർഷൻ, അതായത് വിൻഷീൽഡ്, നമ്മുടെ സ്പോയിലർ, അത്തരത്തിലുള്ള സംഭവങ്ങളൊന്നും കാര്യമായിട്ടുള്ള വ്യത്യാസമൊന്നും കൊടുത്തിട്ടില്ല. അതൊക്കെ ഏകദേശം സെയിം ആണ്. സോ മൊത്തത്തിൽ നോക്കുന്ന സമയത്ത് വളരെ മിനിമൽ ആയിട്ടുള്ള, പക്ഷേ എന്നാൽ നമുക്ക് കണ്ടാൽ മനസ്സിലാവുന്ന രീതിയിലുള്ള കുറച്ച് ചേഞ്ചസ് ആണ് ഇതിനകത്ത് അവർ കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ഇൻറ്റീരിയറിൻ്റെ ഡയറക്റ്റ് സ്പൈ ഷോട്ട്സ് ഒന്നും ഇല്ല. പക്ഷേ എന്നാൽ ഇതിൻ്റെ അകത്ത് നമുക്ക് നോക്കുന്ന സമയത്ത് ഒരു സ്ക്രീനിൻ്റെ ഡിസ്പ്ലേ കാണാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ റേസറിൻ്റെ അകത്ത് ഒരു 10.25 ഇഞ്ച് പുതിയ സ്ക്രീനൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ പുതിയ ക്ലസ്റ്ററും കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ഫുള്ളി ഡിജിറ്റലായിട്ടല്ല കൊടുത്തത്. അത് വേണേൽ കൊടുക്കാമായിരുന്നു. പക്ഷേ അതിന് പകരം നമ്മുടെ പണ്ട് ഹാരിയറിൻ്റെയും സഫാരിയുടെയൊക്കെ ഒരു റെഡ് ആർക്കിടെക്ചർ ഇറക്കിയായിരുന്നു പ്രീ ഫേസ് ലിഫ്റ്റ് വണ്ടിയിൽ. അതിൻ്റെ അകത്ത് ഒരു പുതിയൊരു ക്ലസ്റ്റർ കൊടുത്തു. ആ ക്ലസ്റ്ററാണ് ഈ വണ്ടിയിൽ വന്നത്. ഞാൻ അതിൻ്റെ വലിയൊരു ഫാനല്ല, പക്ഷെ എന്തായാലും അതവർ കൊടുത്തു ഇതിൻ്റെ അകത്ത്. ഇപ്പോൾ ടാറ്റ ഉപയോഗിക്കുന്ന ഏറ്റവും മാക്സിമം സൈസുള്ള 12.3 ഇഞ്ച് സ്ക്രീൻസ് ആണ്. സോ ഇതിൻ്റെ അകത്ത് നമുക്ക് കുറച്ചുകൂടെ സൈസ് ബെറ്റർ ആയിട്ടുള്ള 12.3 ഇഞ്ച് തന്നെ വരുമെന്ന് എക്സ്പെക്ട് ചെയ്യാം. ഇൻസ്റ്റന്റ് ക്ലസ്റ്റർ എന്തായാലും മാറും, 10.25 ഇഞ്ചസിലേക്ക് തന്നെ പോകും. ഇപ്പോൾ ഉള്ള സ്ക്രീൻ എന്ന് പറയുന്നത് കുറച്ച് ഔട്ട്ഡേറ്റഡ് ആണ്. കാരണം 23 ലാസ്റ്റൊക്കെ ആയപ്പോഴേക്കും വന്ന സ്ക്രീനാണത്. അതാണ് ഇതിൻ്റെ അകത്ത് റേസറിനകത്ത് ഉണ്ടായിരുന്ന അപ്ഡേറ്റിൽ അവർ കൊടുത്ത്. എനിവേ ബാക്കി വണ്ടിയുടെ ഓവറോൾ ആസ്പെക്ട്സ് ഒക്കെ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഡയമെൻഷൻസിലോ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊന്നും വേറെ വ്യത്യാസമൊന്നും വരില്ല. പിന്നെ ഇതിൻ്റെ EV കുറേ കാലമായിട്ട് ആൾക്കാർ ചോദിക്കുന്നുണ്ട് അൾട്രോസ് EV എവിടെ എന്നുള്ളത്. 2020 ഈ വണ്ടി ഇറക്കിയപ്പോൾ തന്നെ അവർ പറഞ്ഞതാണ് ഞങ്ങൾ അൾട്രോസ് EV കൊണ്ടുവരും, Nexon EV കഴിഞ്ഞ് അടുത്ത അൾട്രോസ് EV ആണെന്നാണ് അവർ പറഞ്ഞത്. കാരണം ഈ പ്ലാറ്റ്ഫോം ആൽഫ ആർക്കിടെക്ചർ അവർ ആദ്യം കാണിച്ച സമയത്ത് EV അതിനുവേണ്ടി കേപ്പബിൾ ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമായിട്ട് തന്നെയാണ് പറഞ്ഞിരുന്നത്. പക്ഷേ ഈ വാഹനം അവർ EVയിലേക്ക് കൺവേർട്ട് ചെയ്തപ്പം ഹാച്ച് ബാക്ക് ആയതുകൊണ്ട് തന്നെ ഗ്രൗണ്ട് ക്ലിയറൻസിൽ കുറച്ചധികം ഇഷ്യൂസ് വന്നു. അതുകൊണ്ടാണ് പിന്നെ അതിന് പകരം അവർ പഞ്ച് EV, നെക്സോൺ EV, പിന്നെ നമ്മുടെ നെക്സോൺ EV കഴിഞ്ഞ് ഡയറക്റ്റ് വന്ന ടിഗോർ EV ആണ്. അതിനുശേഷം ടിയാഗോ EV വന്നു, പിന്നെ പഞ്ച് EV വന്നു. അങ്ങനെയുള്ളൊരു EV ലൈനപ്പാണ് ഇപ്പോൾ ടാറ്റയ്ക്കുള്ളത്. ഇതുവരെ
അവർ എൽട്രോസ് EV ഇറക്കിയിട്ടില്ല. ഇനിയിപ്പോൾ നമുക്ക് നോക്കാം എന്താവും എന്നുള്ളത്. എൽട്രോസ് EV സത്യം പറഞ്ഞ് ഇപ്പോൾ ഇറക്കേണ്ട ആവശ്യമില്ല, കാരണം ഓൾറെഡി എൽട്രോസിന് സെയിൽ വളരെ കുറവാണ്. നമ്മൾ കഴിഞ്ഞ 2024 ഒരു സെയിൽസ് അനാലിസിസ് നോക്കുകയാണെങ്കിൽ തന്നെ സ്റ്റാർട്ടിങ്ങിൽ 2024 ജാനുവരി ഫെബ്രുവരിയിലൊക്കെ ഏകദേശം ഒരു 4000-നടുത്തെങ്കിലും സെയിൽ ഉണ്ടായിരുന്നു. പക്ഷേ 2024 അവസാനത്തോടു കൂടി ഓൾമോസ്റ്റ് 1800 to 2200 ഇടയിലോട്ട് അൾട്രോസിൻ്റെ സെയിൽ ചുരുങ്ങിയിട്ടുണ്ടായിരുന്നു. അത് വളരെ മോശം നമ്പറാണ്, കാരണം i20ക്ക് ഓൾമോസ്റ്റ് 5000 യൂണിറ്റ്സിനടുത്ത് ഇപ്പോഴും കിട്ടുന്നുണ്ട്. ബലനു പിന്നെ പറയാനില്ലല്ലോ, ഏകദേശം 15000 ഓർ 10000-15,000 ഇടയിലെങ്കിലും മിനിമം കിട്ടാറുണ്ട്. മിക്കവാറും ഒക്കെ 18,000 ഒക്കെ ആയിരിക്കും ചില മാസങ്ങളിൽ. ബട്ട് എനിവേ അത് പോട്ടെ. അല്ലാതെ എടുക്കുന്ന സമയത്ത് ഈ വണ്ടിയാണ് ഇപ്പോൾ ഈ സെഗ്മെൻറ്റിൽ ഏറ്റവും കുറവ് സെയിലുള്ളത്. ഈവൻ ഗ്ലാൻസയ്ക്ക് പോലും മിക്ക മാസങ്ങളിലും ഈ വണ്ടിയേക്കാൾ കൂടുതൽ സെയിൽ ഇപ്പോൾ കിട്ടുന്നുണ്ട്. അത് ജസ്റ്റ് ബലേനോയുടെ ഒരു റീബ്രാൻഡഡ് പ്രൊഡക്റ്റ് ആയിട്ടും അത്രയും സെയിൽ ഉണ്ടെന്ന് പറയുമ്പോൾ ഇത് കംപ്ലീറ്റ്ലി ഇൻഡിവിജ്വൽ ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ് ടാറ്റയുടെ ഭാഗത്തുനിന്ന്. അതും അത്യാവശ്യം പൊട്ടൻഷ്യൽ ഉള്ളൊരു പ്രൊഡക്റ്റാണ്. ഇതിൻ്റെ അകത്ത് ഇൻറ്റീരിയറിൽ ഇനിയിപ്പോൾ വ്യത്യാസം കൊണ്ടുവരാൻ പറ്റുന്ന അവരുടെ ബാക്കി വണ്ടികളൊക്കെ ചെയ്തപോലെ ടച്ച് ബേസ്ഡ് ആയിട്ടുള്ള AC കൺട്രോൾസ്, അതായത് ഓട്ടോ AC കൺട്രോൾ പാനൽ വരിക, പിന്നെ പുതിയ 2 സ്പോക്ക് സ്റ്റിയറിംഗ് വീൽ, മറ്റേ ഗ്ലോസി ബ്ലാക്ക് ഇലൂമിനേറ്റഡ് ലോഗോ ഉള്ള വീല് വരിക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. ഡാഷ്ബോർഡ് ലേഔട്ടിലൊക്കെ ചെറിയ രീതിയിൽ വ്യത്യാസങ്ങൾ വരുത്തുമായിരിക്കും. പക്ഷേ മേജർ വ്യത്യാസമൊന്നും നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ട കാര്യമില്ല, ഫേസ് ലിഫ്റ്റ് ആയതുകൊണ്ട്. ഇനി അങ്ങനെ ഒരു മേജർ ഫേസ് ലിഫ്റ്റ് ആയിരുന്നു ഇവർ ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ ഫ്രണ്ടിലത്തെ ലൈറ്റ്സ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ കുറച്ചും കൂടി ഡിഫറൻസ് കാണാൻ പറ്റുമായിരുന്നു. ഇതിപ്പോൾ നമ്മൾ 2023 നെക്സോണിൻ്റെ ഫേസ് ലിഫ്റ്റ് വന്ന പോലെ അത്രയും വലിയൊരു മേക്ക് ഓവറായിട്ട് എനിക്ക് പെട്ടെന്ന് കണ്ടപ്പോൾ തോന്നിയില്ല. എനിവേ ഈ വണ്ടിക്ക് ഒരു ചേഞ്ച് എന്തായാലും ഇപ്പോൾ അത്യാവശ്യമാണ്, കാരണം സെയിൽ അത്രയും താഴത്തോട്ട് പോയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ സെയിൽ തിരിച്ചു കൊണ്ടുവരണമെങ്കിൽ അവർ കാര്യമായിട്ട് എന്തെങ്കിലും ചെയ്തേ പറ്റുള്ളൂ. മെയിനായിട്ട് നമ്മുടെ ഈ പുതിയ ബലേനോയും i20 ഒക്കെ വന്നപ്പോഴേക്കും i20 ഇപ്പോഴും i20ക്ക് വലിയ അപ്ഡേറ്റ് ഒന്നും കിട്ടിയിട്ടില്ല. ചെറിയൊരു ഫേസ് ലിഫ്റ്റ് കൊടുത്ത് അവർ ടർബോ എഞ്ചിനും പിന്നെ കുറച്ച് ഫീച്ചേഴ്സൊക്കെ ചെറുതായിട്ടൊന്ന് കൂട്ടി, അത്രമാത്രമേ ചെയ്തിട്ടുള്ളൂ. ആക്ച്വലി ഫീച്ചേഴ്സ് കൂട്ടിയിട്ട് പോലില്ല. അവർ മറ്റേ പ്രൊജക്ടർ LED ലൈറ്റ് എടുത്ത് കളഞ്ഞ് റിഫ്ലക്ടർ ബേസ്ഡ് ആയിട്ടുള്ള LEDs കൊണ്ടുവന്നു, പിന്നെ പുതിയ അലോയ്സ്, അങ്ങനത്തെ വളരെ മിനിമലായിട്ടുള്ള ചേഞ്ച് ഉണ്ടായിരുന്നുള്ളൂ. ഇത് അത്രയും മിനിമലല്ല, കുറച്ചും കൂടെ ചേഞ്ചസ് എന്തായാലും ഈ വാഹനത്തിൽ ഇപ്പോൾ സ്പൈ ഷോട്ട്സിൽ തന്നെ കാണാനുണ്ട്. ഇനിയിപ്പം വരും കാലങ്ങളിൽ നമുക്ക് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് എന്തായാലും സ്പൈ ഷോട്ട്സ് വഴി തന്നെ കാണാൻ പറ്റും. അതിപ്പോൾ ടാറ്റയുടെ വണ്ടിയാണല്ലോ, എന്തായാലും ലീക്ക് ആവാതിരിക്കുമെന്നില്ല ലോഞ്ചിന് പിന്നെ. ഇത് അവരിപ്പം അത്യാവശ്യം നന്നായിട്ട് തന്നെ ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. മിക്കവാറും നമുക്ക് ഈ വർഷം അവസാനം അല്ലെങ്കിൽ അടുത്ത വർഷം സ്റ്റാർട്ടിങ്ങിനൊക്കെ മുന്നേ തന്നെ ഈ വാഹനത്തിൻ്റെ ഒരു ഓവറോൾ ലുക്ക് പുറത്തൊക്കെ കാണാൻ പറ്റേണ്ടതാണ്. ഇനി എൻജിൻസിൻ്റെ കേസ് 1.2 ടർബോ പെട്രോൾ എഞ്ചിൻ ഉണ്ടാവും, അതുപോലെ 1.2 നമ്മുടെ ഇപ്പോൾ ഉള്ള NA പെട്രോൾ ഉണ്ടാവും. ഡീസൽ 2027 വരെ ഈ വണ്ടിയിലുണ്ടാവും, കാരണം അവർ പറഞ്ഞിരിക്കുന്നത് BS7 ആകുമ്പോഴേക്കും ഈ 1.5 ലിറ്റർ ഡീസൽ എഞ്ചിൻ അവർ ഒഴിവാക്കും എന്നാണ്. അപ്പോൾ അതുവരെ ഇപ്പോൾ നമുക്ക് ആകെ ഈ 1.5 എഞ്ചിൻ കിട്ടുന്ന ഡീസൽ എഞ്ചിൻ കിട്ടുന്ന അൾട്രോസിലും നെക്സോണിലും മാത്രമാണ്. അത് നെക്സോണിൽ മാത്രം അതിനുവേണ്ടി മാത്രം പ്രൊഡ്യൂസ് ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ പിന്നെ അൾട്രോസിലും അവർ തീർച്ചയായും കൊടുക്കേണ്ടതാണ്. ഡീസൽ എഞ്ചിൻ നിർത്തുന്നതിനെ പറ്റി ഇതുവരെ നമുക്ക് ന്യൂസൊന്നും കിട്ടിയിട്ടില്ല. എന്തായാലും ഇനിയിപ്പം കൂടുതലായിട്ട് ഈ വാഹനത്തിനെ പറ്റി എന്തെങ്കിലും ഇൻഫർമേഷൻ കിട്ടുകയാണെങ്കിൽ ഞാൻ അതിനെ വീഡിയോസ് ചെയ്ത് നിങ്ങളെ അറിയിക്കാം. എന്താണ് ഈ വാഹനത്തെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്ന് തീർച്ചയായും കമൻസിൽ പറയാം. പിന്നെ നിങ്ങളുടെ എക്സിസ്റ്റിംഗ് വാഹനത്തിന് എന്തെങ്കിലും ചെറിയ ആക്സസറീസോ ക്ലീനിങ് പ്രൊഡക്ട്സോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ പ്രൊഡക്ട്സ് ടാഗ് ചെക്കൗട്ട് ചെയ്താൽ മതി. നിങ്ങൾക്ക് അവിടെ എല്ലാ കാര്യങ്ങളും ലഭിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ തന്നെ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും കൂടെ ചെയ്തേക്കാം. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.